ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ട്. ഇതെന്നാണ് ചിക്കൻ 65 നമ്മുടെ ചമ്മന്തി. അയ്യോ താനൊരു ദോശയൊക്കെ കഴിച്ചോട്ടെ. എത്ര മണി വരെ ഉണ്ടാവും കട? രാവിലെയോ? ഇതാണ് കേട്ടോ നമ്മുടെ കട വരുന്നത്. ചെറിയ കടയാണ്, ഭയങ്കര നീറ്റൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന സ്ഥലമൊക്കെ. പതുക്കെ ഉത്സവമാണെന്നോ. നമ്മൾ അന്ന് എവിടെയോ ചിക്കൻ കഴിക്കാൻ, ബ്രോസ്റ്റഡ് കഴിക്കാൻ പോയപ്പോഴും ഇതുപോലെ ഉത്സവമായിരുന്നു. ഓർക്കണുണ്ടാ? ഈ നല്ല രസോടോ ചെയ്തേട്ടാ ഡാൻസ്. ആണാ? നീ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇട്ടിപൊളി. നമുക്ക് ഡാൻസ് ഉണ്ടല്ലോ. അമ്മയ്ക്ക് അതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ. എന്ത് ഭാരതനാട്യോ? ഞങ്ങളൊരു കുട്ടി ദോശക്കടയിൽ പോവാണ്. അതായത് സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞ ലേബർ ജംഗ്ഷൻ. അപ്പൊ ചെയ്തിട്ട് എവിടെയോ മീറ്റിങ്ങിന് എന്തോ പോയപ്പോ കണ്ടതാണ്. ഒരു ചെറിയ കടയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ദോശ കഴിക്കാനായിട്ട് പോവാണ് കേട്ടാ. അതാ നല്ലത്. ക്യാഷ് എടുത്തിട്ട് പോര്. ചമ്പോയി എവിടെ താനാണല്ലേ വണ്ടി ഓടിക്കണത്? തനിക്ക് 18 വയസ്സായ? എന്നിട്ടാണല്ലേ താൻ ഓടിക്കണത്? അപ്പൊ ഞങ്ങള് ഒന്നും കൂടെ പറയാണ്. ഞങ്ങളൊരു കുട്ടി ദോശ, അതായത് ചെയ്തിട്ടൊരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ദോശക്കട കണ്ടെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളോട് വന്ന് ദോശ കഴിക്കാൻ പോണോ? അപ്പൊ ഓക്കെ. അപ്പൊ ചെറിയ കടയാണെന്നാ പറഞ്ഞത്. അപ്പൊ ചെയ്തെന്താ അത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ പറയാട്ടോ എങ്ങനെയുണ്ട് ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നാളെ ബന്ധാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മെസ്സേജ് വന്നില്ലല്ലോ സ്കൂളിൽ നിന്നൊന്നും. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാട്ടാ. ചെയ്തെന്നെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദോശക്കട. എന്റെ ഫോണിലാണെങ്കിൽ കിട്ടൂല ലൈറ്റും. ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കഴിക്കാനുള്ളതില്ലടോ. ദോശ കഴിക്കാം. ദോശ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് വന്നത്. ദോശ കഴിക്കാം. ലച്ചിന് സാമ്പാർ കഴിക്കണോ? ഒരു പ്ലേറ്റിൽ ഒരു ദോശ മതിട്ടാ കൊച്ചിനെ. ദോശ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ ബിരിയാണി, ബീഫ് റോസ്റ്റ്, പുട്ട്, പൊറോട്ട അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മള് ദോശയാണ് കഴിക്കാൻ വേണ്ടി പോണം. അത് മനസ്സിൽ ഫോക്കസ് ചെയ്താണ് വന്നേക്കുന്നത്. ഉള്ളിച്ചമ്മന്തിയൊക്കെ ഉണ്ട്. അമ്മ നോക്കിയേ, ചമ്മന്തി. ഇത് ഒരു ഉള്ളി ചമ്മന്തി, പിന്നെ സാമ്പാറ്, പിന്നെ 3 ദോശ ഉണ്ടോ വന്നിട്ട്. സേതട്ടൻ കഴിക്കാൻ തുടങ്ങി. ലച്ചുവിന് സാമ്പാർ വേണ്ട. അല്ല ലച്ചു ഒരിട്ട് കാണിക്കല ചെല്ല കഴിക്കണേ. നല്ല സാമ്പാറാന്ന് തോന്നുന്നു. വേണമെങ്കിൽ നമ്മുടെ ഇത് കഴിച്ചു നോക്ക്. എന്താ സാമ്പാർ സ്കൂളിൽ പോകുമ്പോ കഴിക്കൂലോ. കണ്ണിന്റെ മുകളിലൊക്കെ എന്തൊരു ചുവപ്പ് വീണ. മുളക് ചമ്മന്തി വേണോ അച്ഛന്? അച്ഛൻ ആരെയും വെയിറ്റ് ഒന്നും ചെയ്യണില്ല, കഴിക്കണം. എങ്ങനെയുണ്ട് സേതട്ട? ലച്ചുവിന് അയ്യോ താനൊരു ദോശയൊക്കെ കഴിക്കൂ. കഴിച്ചോക്കിട്ട് പറ. പറയണോ? നീ ദോശ ഒഴിക്കണുണ്ടല്ലോ. ഞാൻ പോട്ടെ ചേട്ടാ, വീഡിയോ എടുത്തോട്ടെ. എത്ര മണി വരെ ഉണ്ടാവും കട? രാവിലെയോ? 5 മണിക്ക്. ചേട്ടനെ എടുത്താ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടൂല, അതാണ്.
ഇവിടത്തെ സ്പെഷ്യല് ശരിക്കും ദോശയാണോ? ആണ്. ഇങ്ങനെ തട്ട് ദോശ മാത്രം അല്ലേ? ആ വേണ്ട ഇതൊക്കെ. ഇതൊക്കെയാണ് പരിപാടി. ഇതാണ് ദോശക്കട. ഇവിടെ കുറെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുട്ട് 10 രൂപ, ദോശ, പൊറോട്ട എന്നൊക്കെ പറഞ്ഞു. സേതന് കാപ്പിയാണോന്ന് പറയണ്ടായിരുന്നു. സുടുസുടാ ദോശ മറിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ. കണ്ടാ? വാവ്. അപ്പൊ ദോശ ഇവിടെ നിന്നാവട്ടെ, ഞാൻ പോയിട്ട് കഴിക്കട്ടെ. അവരെന്നെ വെയിറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇതും വന്നത് ഇതെന്നാണ് ചിക്കൻ 65. പ്രമോദ്, ഞങ്ങളൊരു വീഡിയോ എടുത്ത് ദോശ കഴിക്കുന്നത്. ഉള്ളിച്ചമ്മന്തി, ഉള്ളി നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയുണ്ട്, എരിവുണ്ട്. നമ്മുടെ ചമ്മന്തി இல்ல இங்க வந்து கொஞ்ச நாள் தான் ஆகுது. சரிண்ணா, சரி ஓகே, நான் ஃபோன் பண்றேன். நல்லா ആണോ? അതെടുത്തു. ചിക്കൻ എടുത്താ? എനിക്ക് ചേട്ടാ ഒഴിച്ചോ. മതി മതി. വെച്ച് ദോശ കഴിച്ചു. എന്താ ഈ കട ഭയങ്കര ഇഷ്ടമായി. നമ്മളിത് കഴിച്ചു കഴിഞ്ഞുട്ടാ. വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. പുട്ട്, പൊറോട്ട, തട്ടുദോശ, ബീഫ് ഫ്രൈ, ചിക്കൻ 65, വട്ടും കരളും ഒക്കെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ കട വരുന്നത്. ഒരു ചെറിയ കടയാണ്, ഭയങ്കര നീറ്റൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പതേ ഒരു ചേച്ചിയും ചേട്ടനും കൂടി അവിടെ നടത്തണത്. ദോശ ഇങ്ങനെ ചൂടോടുകൂടി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടാ. വണ്ടി എടുത്തിട്ട് വരാൻ പോവാണോ? ദോശക്കട. ഈ കടയുടെ പേര് തന്നെ ദോശക്കട എന്നാണ് കേട്ടാ. അവര് ഭയങ്കര തിരക്കിലുമാണ്. ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങണേ ഉള്ളൂ. 5 മണി തൊട്ടാണ് ഈ കട. പിന്നെ രാത്രിയോളം ഉണ്ടാവും തോന്നുന്നു, 11 മണിയോളം കേട്ടാ. സ്പെഷ്യല് ദോശ തന്നെയാണ് കേട്ടാ. ഇവിടെ വേറൊരു തട്ടുകടയുണ്ട്. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മള് വന്ന സ്ഥലമൊക്കെ. കണ്ടോ? ഇങ്ങനെയാണ് വഴികൾ. നമ്മുടെ കാറ് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ കാറിൽ കയറട്ടെ കേട്ടാ, എന്നിട്ട് പറയാം. ഇങ്ങനെ ഉണ്ടായത് കേട്ടാ നമ്മുടെ ദോശയൊക്കെ. നല്ല കട, തിരക്ക് വളരെ കുറവ്, എന്നാൽ നീറ്റാണ്. നീറ്റാണ്. ഞാൻ ഇത്ര അല്ലേ, അതാണ് പറയാം. നല്ല നീറ്റാണ് ഇവിടെ. സാധാരണ അങ്ങനെയല്ലല്ലേ? സാധാരണ ഇങ്ങനത്തെ കടകളിലൊക്കെ ചെന്നാലേ ഭയങ്കര തിരക്കും അങ്ങനെയൊക്കെയാണ്. ഇതൊരു ഹോംലി ഫീലില്. പക്ഷെ തിരക്കില്ല, മിക്കതും തീർന്നിട്ടുണ്ട്. 65 ഒക്കെ ചോദിച്ചിട്ട് അടുത്ത ആള് വന്നപ്പോ ഇല്ല അല്ലേ?
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് ദോശയാണെങ്കിൽ എത്ര രൂപയും നമ്മൾ കഴിച്ചതൊക്കെ കൂടെ എല്ലാം കൂടി 150 രൂപ. അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. 7 ദോശ. 7. ഞാൻ 3 ദോശ, അച്ഛൻ 3 ദോശ, 6, ലച്ചു 1 ദോശ, അപ്പൊ 7. പിന്നെ ദോശ അങ്ങനെ പുളിയില്ല. പുളിയില്ല ദോശ. അത് സത്യം. വീഡിയോ പിടിക്കണില്ലല്ലോ. ലൈറ്റ് വേണം. പുളിയില്ല കേട്ടോ ദോശക്ക്. പിന്നെ അതുപോലെ തന്നെ സാമ്പാറാണെങ്കിലും വലിയ ഇതില്ലല്ലേ, മീഡിയം സാമ്പാർ. എന്നാ ഗംഭീരം എന്ന് പറയാൻ പറ്റില്ല അല്ലേ ചേട്ടാ. പിന്നെ 65 ആണെങ്കിലും ചിക്കൻ നല്ല രാത്രി കഴിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു, അങ്ങനെ ഹെവി ആയിട്ട് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, ഉള്ളി ചമ്മന്തി ഉണ്ടായിരുന്നു, ഉള്ളി ഉടച്ചത്. സത്യമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി. ചെറിയതായിട്ട് പുളി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടായി. അല്ല സേതേട്ടാ, ഇത്രയും ദോശ ഇതൊക്കെ കഴിച്ചിട്ട് 150 രൂപയായിട്ടുള്ളൂ. പിന്നെ സേതേട്ട ഒരു കട്ടൻ കാപ്പി കുടിച്ചത് പറഞ്ഞായിരുന്നു. ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ ദോശക്കട എവിടെ വന്നിട്ട് എനിക്ക് കറക്റ്റ് പറയാൻ അറിയണ്ടായില്ല. ഇത് നമ്മുടെ വെണ്ണല എന്ന SN ജംഗ്ഷനിലോട്ട് വന്ന വഴി, മനസ്സിലായ? അവിടെ SN ജംഗ്ഷനിലോട്ട് വന്ന വഴി ലേബർ ജംഗ്ഷൻ. അതാണല്ലോ ചേട്ടൻ പറഞ്ഞു തന്നത്. പാല ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തന്നെ ഉള്ള കടയാണ്. ഒരു ചേച്ചിയും ചേർട്ടും അല്ലേ. നല്ല ലച്ചുവിന് ഭയങ്കര ഇഷ്ടമായി കട. ലച്ചു 1 ദോശ വാങ്ങിയിട്ട് പകുതിയെ കഴിച്ചുള്ളൂ. ലച്ചു മതിയാക്കിട്ടാ. ലച്ചുന് വിശക്കൂടി. വീട്ടിൽ ചെന്നാ ചോറ് എടുത്തമ്മ ഫ്രിഡ്ജിൽ വെച്ച്. അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറൊക്കെ കഴിച്ച് കൊറേ ബില്ലൊന്നും ആവാതെ അല്ലെ. അപ്പൊ ആരെങ്കിലും ഈ ഭാഗത്ത് പോണുണ്ടെങ്കിൽ പോയി കഴിച്ചോട്ടാ. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോ ഒരു ഫീലാണല്ലേ ചേട്ടാ. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തോ ഒരു ഫീൽ അവിടെ ചെന്നിരുന്ന് കഴിക്കുമ്പോഴേ. എനിക്കറിയില്ല എങ്ങനെ അത് പറയണ്ടെന്ന് അറിയില്ല. എനിക്ക് മാത്രം തോന്നിയതാണോ എന്നാ ഞാൻ വിചാരിച്ചത്. ചെയ്തോണ്ട് എന്താ ചേട്ടാ തോന്നണം എപ്പോഴും അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കും. അവിടെ വലിയ തിരക്കില്ല, മനസ്സിലായ? പിന്നെ ഒരു ചെറിയൊരു സ്ഥലത്തെ ഒരു കുഞ്ഞു കട, മനസ്സിലായ? ഇതുപോലത്തെ ഒരു കട എറണാകുളത്ത് വേറെ ഉണ്ടാവില്ല. നല്ല രസം ഉണ്ടായില്ലേ. പിന്നെ വൃത്തിയാണല്ലേ. അങ്ങനെ അതാണ് എനിക്ക് ചേച്ചിയാണെന്ന് തോന്നുന്നു. അത് പുള്ളിക്കാരി ഇത്തിരി വൃത്തിയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഭക്ഷണം ഒന്നും താഴെ ഇടരുത് എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. സാമ്പാറൊക്കെ അൺലിമിറ്റഡ്. ഞാൻ 2 പ്രാവശ്യമൊക്കെ ചോദിച്ചു സാമ്പാറൊക്കെ വാങ്ങി. ഉള്ളിച്ചമ്മന്തി ലച്ചു എടുത്തില്ല. ലച്ചു അതിന്റെ ചാരക പക്ഷെ ഞാൻ അതും കൂട്ടി കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെയ്തിട്ട് കഴിച്ചില്ലേ ഉള്ളിച്ചമ്മന്തി? അപ്പൊ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോട്ടെ കേട്ടാ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാരും ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടാ. പിന്നെ ഇത് ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടാ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നിസ്സാരം ബൈരാഗി വരാം. ബൈ.